أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني إلا من اقترف غرفة بيده فشربوا منه إلا قليلا منهم فلما جاوزه هو والذين آمنوا معه قالوا لا طاقة لنا اليوم بجالوت وجنوده قال الذين يظنون أنهم ملاقو الله كم من فئة قليلة غلبت فئة كثيرة بإذن الله والله مع الصابرين. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ സൂക്ഷ്മതാപൂർവം അവലംബിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മുത്തഖിയായി ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹപര വിജയം നേടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുറൈശികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ബദറിലെ പരാജയം. ഖുറൈശികളുടെ ഭാഗത്ത് നിന്ന് 70 പേർ കൊല്ലപ്പെടുകയും അത്ര തന്നെയായി പിടിക്കപ്പെടുകയും ചെയ്തു. സത്യനിഷേധികളുടെ പ്രഗത്ഭരായ പല നേതാക്കളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമുദായത്തിലെ ഫിർഔൻ എന്ന് വിശേഷിപ്പിച്ച അബൂജഹൽ ഉൾപ്പെടെയുള്ള പല ആളുകളും പ്രസ്തുത യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. ബദറിൻ്റെ ചരിത്രം സൂചിപ്പിക്കുവാനോ ആ ചരിത്രത്തെ അപഗ്രഥിക്കുവാൻ വേണ്ടിയോ അല്ല ആമുഖമായി ഈ മുഖവുര പറഞ്ഞു വെച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം അനുഭവിച്ചതിന് ശേഷം സാമ്പത്തികവും രാഷ്ട്രീയവും സാമൂഹികവുമായി തകർന്ന ഖുറൈശികൾ പിന്നീട് അവരെന്താണ് ചെയ്തത് എന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നാം പഠിക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഖുറൈശി നേതാക്കന്മാർ അവരുടെ ജനതയ്ക്ക് നൽകിയ സുപ്രധാനമായ ഉപദേശങ്ങളിൽ ഒന്ന്, നിങ്ങൾ ഒരിക്കലും ബദർ യുദ്ധത്തിൻ്റെ പേരിൽ കരയാൻ പാടില്ല. ബദറിലെ പരാജയത്തിൻ്റെ പേരിൽ നിങ്ങൾ വ്യസനിക്കാൻ പാടില്ല. ബദറിൽ പിടിക്കപ്പെട്ടവരെ വളരെ പെട്ടെന്ന് തന്നെ മോചനദ്രവ്യം നൽകി തിരിച്ചെടുക്കുകയും ചെയ്യരുത്. നമ്മുടെ വേദനയും നമ്മുടെ സങ്കടവും നമ്മുടെ ആവലാതിയും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമങ്ങളും ഒരിക്കലും മറ്റാരെയും അറിയിക്കരുത്. മറിച്ച് നമ്മൾക്ക് ഇനി ചെയ്യാനുള്ളത് ബദറിൻ്റെ പ്രതികാരം ചെയ്ത് നമ്മുടെ വേദനകൾക്ക് ശമനം വരുത്താനുള്ള ശ്രമങ്ങളാണ് നാം ഇനി കൊണ്ടുപിടിച്ച് നടത്തേണ്ടുന്നത്. യഥാർത്ഥത്തിൽ ഖുറൈശികളുടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു അത്. അവരുടെ കയ്യിൽ ബദർ യുദ്ധാനന്തരം യുദ്ധത്തിനുള്ള ക്യാഷ് കയ്യിലുണ്ടായിരുന്നില്ല. അബൂ സുഫിയാൻ ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പ് കച്ചവട സംഘവുമായി മക്കയിൽ തിരിച്ചെത്തിയിരുന്നു. മക്കയിലെ എല്ലാ ആളുകൾക്കും ഷെയറുള്ള ഒരു കച്ചവട വസ്തുവായിരുന്നു അത്. അവർ പറഞ്ഞു, ആ സമ്പത്ത് ഞങ്ങൾക്ക് വേണ്ടതില്ല. 50,000 ദീനാർ വിലമതിക്കുന്ന സമ്പത്ത് മുഹമ്മദിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി, സൈന്യത്തെ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങളിതാ മാറ്റിവെക്കുന്നു എന്ന് ഖുറൈശി പ്രമുഖർ പറയുകയുണ്ടായി. അറബികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പതിവുണ്ട്.
ആ പതിവനുസരിച്ച് അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടാൽ ആ പരാജയം നികത്തുന്നതുവരെ, ആ പരാജയത്തെ മറികടക്കുന്നതുവരെ ഭൗതികമായ ഒരു ആഹ്ലാദങ്ങളിലും സന്തോഷ പ്രകടനങ്ങളിലും വിനോദങ്ങളിലും അവർ ഏർപ്പെടുകയില്ല. എന്തിനേറെ ആളുകൾക്ക് ഇടയിൽ വെച്ച് ഒന്നുറക്കെ ചിരിക്കാൻ പോലും വൈമനസ്യം കാട്ടിയിരുന്നു അവർ പരാജയത്തിന് ശേഷം. ബദറിലും മറിച്ചായിരുന്നില്ല അവർ ചെയ്തത്. ആൾക്കൂട്ടത്തിൽ ഒന്ന് ചിരിക്കാൻ, ഒരൊറ്റ മുഖം തെളിഞ്ഞ ഒരു മനുഷ്യരെയും ഖുറൈശികളുടെ കൂട്ടത്തിൽ കാണാനേ കഴിഞ്ഞില്ല. അവർ ഭൗതികമായ ആഹ്ലാദങ്ങളിൽ നിന്നും വിനോദങ്ങളിൽ നിന്നും എല്ലാം മാറി നിന്നു. അബൂ സുഫിയാൻ ശപഥം ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാം. അല്ലാ അമസ്സറഹു മാ മിനൽ ജനാബത്തി ഹത്താ യഗ്സുവ മുഹമ്മദ. മുഹമ്മദിനെ പരാജയപ്പെടുത്തുന്നതുവരെ ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുകയില്ല, എനിക്ക് ഒരാസ്വാദനവും വേണ്ടതില്ല. ഒരുപക്ഷെ അബൂ സുഫിയാൻ്റെ ചരിത്രത്തിലെ അപൂർവത്തിലുള്ള പ്രഖ്യാപനം. ഭൗതികമായ വിഭവങ്ങളിൽ നിന്ന് അവർ മാറി നിന്നു. ആഘോഷങ്ങളിൽ നിന്നും ആഡംബരങ്ങളിൽ നിന്നും അവർ മാറി നിന്നു. അതൊന്നും വേണ്ട എന്ന് അവർ തീരുമാനിച്ചു. ആഘോഷങ്ങളിലും വിനോദങ്ങളിലും ഭൗതിക സുഖങ്ങളിലും ജീവിക്കുന്ന ഒരു സമൂഹത്തിന് ചരിത്രത്തിലെ നിർണായകമായ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് അസത്യത്തിൻ്റെ ഭാഗത്തുള്ള ശത്രുക്കൾക്ക് പോലും അവർക്ക് മനസ്സിലാക്കിയിരുന്നു, അവർക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്ന് ബദറിന് ശേഷമുള്ള അവരുടെ മുഖഭാവങ്ങളിൽ നിന്നും അവരുടെ നിലപാടുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും. അധികം കഴിയുന്നതിന് മുമ്പ് അവർ ഉഹദിലെത്തി എന്ന് മാത്രമല്ല, ബദറിലെ പരാജയത്തിൻ്റെ കണക്ക് തീർക്കാൻ ലഭിച്ച അവസരത്തെ അവർ പരമാവധി പ്രയോജനപ്പെടുത്തി എന്നത് മാത്രമല്ല, മുസ്ലിമീങ്ങളെ പരാജയപ്പെടുത്തി. ഒന്ന് ആലോചിച്ച് നോക്കണം, സത്യനിഷേധികളുടെ കയ്യിൽ പൊള്ളയായ ഒരാശയമാണുള്ളത്. വഴികെട്ട സ്വഭാവങ്ങളാണ് അവരുടെ കൈവശമുള്ളത്. വിശ്വാസധാര എന്ന് പറയുന്നത് അങ്ങേയറ്റം വൈകൃതമാണ്. ഇങ്ങനെയെല്ലാമുള്ള നെഗറ്റീവുകൾ അവരുടെ കൂടെ ഉണ്ടായിട്ടുള്ളതിനോടൊപ്പം ഭൗതികമായ സുഖാസ്വാദനങ്ങൾ മാറ്റിവെച്ച് ഒരു വലിയ ചരിത്രം സൃഷ്ടിക്കാൻ അവർക്ക് സാധിച്ചു എന്നത് ഉഹദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. നാം മുസ്ലിമീങ്ങൾ നമ്മുടെ ആദർശത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ അങ്ങേയറ്റം പരിശുദ്ധതയുള്ളവരാണ്. വളരെ കൃത്യവും കുറ്റമറ്റതുമായ വിശ്വാസത്തിൻ്റെ ഉടമകളാണ് നമ്മൾ. ഭദ്രമായ ഒരു ഖുർആൻ നമ്മുടെ കയ്യിലുണ്ട്. ഒരുപക്ഷെ എന്നും ചിരിക്കാൻ മാത്രം, എന്നും പ്രൗഢമായി ഓർക്കാൻ മാത്രം ആവേശകരമായ ചരിത്രം നമുക്കുണ്ട്. പക്ഷേ ഈ ചരിത്രവും ഈ വിശ്വാസവും കറകളഞ്ഞ ഈമാനും മുറുകെ പിടിക്കുന്നതിനോടൊപ്പം ഇസ്ലാമിൻ്റെ ശത്രുക്കൾ നേടിയെടുത്ത വിജയങ്ങൾ പോലും എന്തുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് അന്യമായി നിൽക്കുന്നു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യഥാർത്ഥത്തിൽ ബദറിലെ വിരുദ്ധ ചേരിയിലുണ്ടായിരുന്ന ശത്രു സമൂഹം സ്വീകരിച്ച് അവർ ഉഹദിൽ വിജയം വരിച്ച് കാണിച്ചത്. പ്രിയപ്പെട്ടത് പലതും മാറ്റിവെക്കാതെ ത്യജിക്കാതെ മറ്റു പലതും നേടിയെടുക്കാൻ സാധ്യമേ അല്ല എന്ന തിരിച്ചറിവാണ് യഥാർത്ഥത്തിൽ ഖുറൈശികൾക്കുണ്ടായത്. വളരെ വലിയൊരു ലക്ഷ്യം നമ്മുടെ മുമ്പിലുണ്ട് എങ്കിൽ, വലിയ സ്വപ്നങ്ങൾക്ക് വേണ്ടി നാം പണിയെടുക്കുന്നുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിൻ്റെയും ആ സ്വപ്നത്തിൻ്റെയും മാർഗത്തിൽ അങ്ങേയറ്റം വേണ്ടപ്പെട്ട മൂല്യവത്തായ പലതും മാറ്റിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഖുറൈശികളുടെ മാത്രമല്ല ഇസ്ലാമിൻ്റെ ചരിത്രവും നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മുഹാജിറുകൾ, അങ്ങേയറ്റത്തെ ത്യാഗികളായ സഹാബത്ത്, അവരുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നുണ്ട്. വാരിക്കോരി കൊടുക്കുന്ന മുഹാജിറുകളായ സഹാബാക്കൾ, അവരെ സ്വീകരിച്ച അൻസാറുകൾ തങ്ങളുടെ സമ്പത്ത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ പകുത്തുകൊടുത്തു, മുഹാജിറുകൾക്ക് ആവോളം കൊടുത്തു. ഇങ്ങനെ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ത്യാഗങ്ങളും മാറ്റിവെക്കലുകളും ഒന്നിച്ചു വന്നപ്പോൾ അതിൻ്റെ അവസാനമാണ് ഹിജ്റ 8-ാം വർഷം പ്രവാചകനും സഹാബത്തിനും സന്തോഷകരമായ മക്കം ഫത്ഹ് സംഭവിച്ചത്. മാറ്റിവെക്കലുകളാണ്, ത്യാഗങ്ങളാണ് വലിയ വിജയങ്ങൾ കൊണ്ടുവരിക എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും ഫത്ഹു മക്ക.
വിശുദ്ധ ഖുർആൻ വളരെ വിശദമായി അത് പഠിപ്പിക്കുന്നുണ്ട്. പലതും മാറ്റിവെച്ചാൽ മാത്രമേ മുസ്ലിം ഉമ്മത്തിന് മുൻകാല സമൂഹം നേടിയെടുത്ത പല വിജയങ്ങളും നേടാൻ സാധിക്കൂ എന്ന് വിശുദ്ധമായ ഖുർആൻ വളരെ അത്ഭുതകരമായി ഒരു മനുഷ്യന്റെ ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ജാലൂത്തിനും താലൂത്തിനും ഇടയിലുള്ള യുദ്ധം. ജാലൂത്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സമൂഹത്തിൽ ഒരു കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ഏറ്റവും വലിയ ധിക്കാരിയായ രാജാവ്. താലൂത്ത് എന്ന് പറഞ്ഞാൽ ദരിദ്രനായിരുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത പക്വമതിയായ ഒരു നേതാവ്. ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി താലൂത്ത് തൻ്റെ സൈന്യവുമായി പോകുന്നുണ്ട്. വിശുദ്ധമായ ഖുർആൻ ആ സംഭവം വിശദീകരിക്കുന്നതിൻ്റെ ആയത്താണ് ഞാൻ ആമുഖമായി പാരായണം ചെയ്തത്. فلما فصل طالوت بالجنود قال إن الله مبتليكم بنهر فمن شرب منه فليس مني ومن لم يطعمه فإنه مني. ഭീമാകാരമായ ജാലൂത്തിന്റെ സൈന്യത്തെയാണ് നേരിടേണ്ടത്. താലൂത്ത് തൻ്റെ സൈന്യവുമായി ജോർദാൻ നദിക്കരയിലെത്തി. നദിയിലെ തെളിമയാർന്ന വെണ്മയാർന്ന പരിശുദ്ധമായ വെള്ളം കണ്ടപ്പോൾ താലൂത്തിൻ്റെ കൂടെയുള്ള ആളുകൾക്ക് വെള്ളം കുടിക്കണമെന്ന വല്ലങ്ങറ്റത്തെ ആഗ്രഹമുണ്ടായി. താലൂത്ത് പറഞ്ഞു, ഇല്ല, പറ്റില്ല, ഇതിൽ നിന്നും വെള്ളം കുടിക്കുന്നവൻ എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ അയോഗ്യനാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കുമ്പിൾ കുടിക്കാം. ഇല്ലാ മൻ ഇഖ്തറഫ ഗുർഫതൻ ബിയദി ഫശരിബു മിൻഹു ഇല്ലാ ഖലീല. വേണമെങ്കിൽ ഒരൊറ്റ കൈക്കുമ്പിൾ മാത്രം വെള്ളം കുടിച്ച് അതിലപ്പുറം കുടിക്കാൻ അനുവാദമില്ലാതെ നിങ്ങൾക്ക് എൻ്റെ കൂടെ യാത്ര തുടരാം. പക്ഷേ താലൂത്തിൻ്റെ കൂടെയുള്ള ആളുകൾ വയറു നിറയെ വെള്ളം കുടിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വയറു നിറയെ വെള്ളം കുടിച്ചതിന് ശേഷം ജാലൂത്തിനെ നേരിടുന്നതിന് വേണ്ടി പുറപ്പെടുകയാണ്. ജാലൂത്തിൻ്റെ ഭീമാകാരമായ സൈന്യത്തെ മുമ്പിൽ കണ്ടപ്പോൾ വെള്ളം കുടിച്ച ആളുകളും വെള്ളം കുടിക്കാത്ത മനുഷ്യരും ആ കൂട്ടത്തിലുണ്ട്. വെള്ളം കുടിച്ച ആളുകൾ പറഞ്ഞു അത്രേ, കഴിയില്ല കേട്ടോ, ഈ സൈന്യത്തെ നേരിടാൻ നമുക്ക് സാധ്യമല്ല, എത്ര വലിയ സൈന്യമാണിത്. പക്ഷെ താലൂത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ഒരു കൈക്കുമ്പിൽ മാത്രം വെള്ളം കുടിച്ച മഹാമനീഷികളായ ത്യാഗികളായ മനുഷ്യർ പറഞ്ഞു, ഈ സൈന്യത്തെ നമ്മൾ പരാജയപ്പെടുത്തുക തന്നെ ചെയ്യും. വിശുദ്ധ ഖുർആൻ ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് താലൂത്ത് ജാലൂത്തിനെ പരാജയപ്പെടുത്തി. ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ വിജയവുമായി താലൂത്തും അദ്ദേഹത്തിൻ്റെ കൊച്ചു സൈന്യവും തിരിച്ചു വന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു വയ്ക്കുന്നു. ഈ ചരിത്രം നമുക്ക് മുമ്പിൽ നൽകുന്ന ഒരു പാഠമുണ്ട്. ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്തിലെ വിശ്വാസി സമൂഹം, ഈ ഉമ്മത്തിലെ സന്താനങ്ങൾ ഭൗതികപരമായ ആർത്തിയിൽ നിന്ന് മോചനം നേടുന്നതുവരെ ഭൗതികമായ പലതും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ത്യജിക്കാൻ, ഒഴിവാക്കാൻ സന്നദ്ധനാകുന്നതുവരെ ഒരിക്കലും ചരിത്രപരമായ ഒരു വിജയവും ഈ സമുദായത്തിൻ്റെ ലഭ്യമാവുകയില്ല എന്നതാണ് താലൂത്തിൻ്റെ ചരിത്രം മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ജാലൂത്തുമാരുടെ കാലത്താണ്, ജവാലീത്തുമാരുടെ കാലത്താണ് ആധുനിക മുസ്ലിം ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ജവാലീത്തുമാരല്ല മുസ്ലിം ഉമ്മത്തിനെ അലട്ടുന്ന പ്രശ്നം. സമൂഹത്തിലെ ധിക്കാരികളായ നേതാക്കന്മാരല്ല മുസ്ലിം ഉമ്മത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നം. നേരെ മറിച്ച് ഖുർആൻ പറഞ്ഞതുപോലെ ഒരു കൈക്കുമ്പിൾ മാത്രം വെള്ളം കുടിച്ച് മതിയാക്കാൻ പ്രാപ്തിയുള്ള, ബാക്കിയുള്ളവ മാറ്റിവെക്കാൻ ത്രാണിയുള്ള മക്കൾ ഈ ഉമ്മത്തിനില്ല എന്നതാണ് യഥാർത്ഥത്തിൽ ആധുനിക മുസ്ലിം ഉമ്മത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ആരാധനകൾ, നോമ്പാവട്ടെ, സക്കാത്താവട്ടെ, നമസ്കാരമാവട്ടെ, അതൊക്കെ ഒരു ഹിജ്റയും ബഹിഷ്കരണവും മാറ്റിവെക്കലുകളുമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഏതെല്ലാം ആരാധനകളുണ്ടോ ആ ആരാധനകൾക്കൊക്കെ ഒരു ഹിജ്റയുടെ മുഖമുണ്ട്, മാറ്റിവെക്കലുകളുടെ, ഒഴിവാക്കലിൻ്റെ മുഖമുണ്ട് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. നമ്മൾ പലതും മാറ്റിവെക്കേണ്ടവരാണ്. നമസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പ്രിയപ്പെട്ട സമയം അവൻ അതിനേക്കാൾ ഉന്നതമായ മാർഗങ്ങളിൽ ചെലവഴിക്കേണ്ടിയിരുന്ന ഒരു സമയത്തെ അവൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗങ്ങളും തൊഴിലുമെല്ലാം തന്നെ മാറ്റിവെക്കുന്നു. നമസ്കാരത്തിന് ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, നമസ്കാരത്തിന് നിർണിതമായ സമയമുണ്ട്. ആ സമയത്ത് അവൻ പലതും മാറ്റിവെച്ചുകൊണ്ട് നമസ്കാരത്തിലേക്ക് വരുന്നു. തതജാഫ ജുനൂബുഹും
അനിൽ മലാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹുവിൽ അങ്ങേയറ്റത്തെ ആഗ്രഹിച്ചുകൊണ്ട്, പടച്ചവനിൽ കൊതിപൂണ്ട് വിരിപ്പുകൾ വിട്ടൊഴിഞ്ഞ് മസ്ജിദിലേക്ക് വരുന്ന മനുഷ്യരെ വിശുദ്ധമായ ഖുർആൻ പ്രത്യേകമായി പ്രചോദിപ്പിക്കുന്നുണ്ട്. നോമ്പെടുക്കുന്ന ഒരു മനുഷ്യനും അവൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ ആസ്വാദനങ്ങളും അവൻ മാറ്റിവെക്കുന്നു. മാറ്റിവെക്കുക എന്നതിന്, ഒഴിവാക്കുക എന്നതിനാണ് അറബിയിൽ അൽ ഹിജ്റ എന്ന പദം ഉപയോഗിക്കുന്നത്. മുസ്ലിം സമൂഹം മാറ്റിവെച്ചാൽ മാത്രമേ, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് മാറ്റിവെച്ചാൽ മാത്രമേ താലൂത്തിന്റെ സൈന്യം വിജയം നേടിയതുപോലെ സാക്ഷാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫത്ഹ് മക്ക വിജയം വരിച്ചതുപോലെ വിശ്വാസികൾക്കും വിജയം വരിക്കാൻ കഴിയൂ എന്നതാണ് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റമളാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ റമളാൻ വരുമ്പോൾ നമ്മൾ പലതും മാറ്റിവെക്കുന്നു. പക്ഷെ നമ്മളുടെ മാറ്റിവെക്കലുകൾ പലപ്പോഴും താൽക്കാലികമോ ബാഹ്യമായ ചില പ്രകടനങ്ങളൊക്കെ അപ്പുറത്തേക്ക് നമ്മുടെ മാറ്റിവെക്കലുകൾ യഥാർത്ഥത്തിൽ അത് ഫലപ്പെടുന്നുണ്ടോ എന്നത് ഒരു റമളാൻ വരുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള നമ്മുടെ ആലോചനകളിലെങ്കിലും ഇടം പിടിക്കേണ്ടതാണ്. ഒരു കൈക്കുമ്പിൽ വെള്ളം കുടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പകലിൽ മാറ്റിവെക്കുന്ന, പകലിൽ വെടിയുന്ന മാറ്റിവെക്കലുകൾ, പകലിൽ മാറ്റിവെക്കുന്ന ഭക്ഷണങ്ങളെല്ലാം തന്നെ അതിൻ്റെ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആയി രാത്രിയിൽ നാം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പുകൾ ഹിജ്റകളായി മാറണം എന്നതാണ് ആരാധനകൾ അതിൻ്റെ ചൈതന്യവത്താവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമെന്ന് പറയുന്നത്. നമ്മുടെ ഇബാദത്തുകൾ ബഹിഷ്കരണങ്ങളാവുന്നില്ല എന്നതാണ് പ്രശ്നം. ഒരു വിശ്വാസി പള്ളിയിലേക്ക് വന്നു, നമസ്കാരത്തിൽ കൈകെട്ടിയാൽ എന്തൊക്കെയാണോ മാറ്റിവെക്കേണ്ടുന്നത് ആ മാറ്റിവെക്കപ്പെടേണ്ട സകലതും ആലോചിക്കാൻ ഒരിടം എന്ന അർത്ഥത്തിലാണ് പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ഒക്കെ നമസ്കാരം. നോമ്പുകളിൽ പോലും അതിൻ്റെ ആത്മാവും അതിൻ്റെ ചൈതന്യവും ഉൾക്കൊള്ളാതെയാണ് പലപ്പോഴും റമളാനുകളെ നാം സ്വീകരിക്കുന്നത്. ചില ആളുകൾ റമളാനെ അറിയുന്നത് തന്നെ ഇടയത്താഴത്തിന് വിളിച്ചു വിടുമ്പോഴാണ് ഇന്ന് നോമ്പ് പിടിക്കണമല്ലോ എന്ന്. റമളാനിൻ്റെ ആദ്യ രാവിൽ പോലും അയാൾ ഞെട്ടി ഉണരുന്നത് ഇന്ന് നോമ്പാണല്ലോ എന്നോർത്തിട്ടാണ്. റമളാന് നമ്മൾ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് റമളാൻ നമ്മളെയാണ് സ്വാഗതം ചെയ്യുന്നത് എന്ന ബോധ്യത്തിലേക്കെങ്കിലും, റമളാനിലേക്ക് നാം വീഴുകയല്ല, റമളാനിലേക്ക് ബോധപൂർവം നാം പ്രവേശിക്കുകയാണ് എന്ന യഥാർത്ഥത്തിലുള്ള തീരുമാനമെടുക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനിയും നമുക്ക് സമയമുണ്ട്. എന്തിനാണ് നാം മാറ്റിവെക്കുന്നത്? മാറ്റിവെക്കണം എന്ന് പറഞ്ഞത് എന്തിനാണ് മാറ്റിവെക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ, സഹാബാക്കൾ അവർ മാറ്റിവെച്ചത് ബദറിന് വേണ്ടിയാണ്. നാമും മാറ്റിവെക്കുന്നത് അത്തരത്തിലുള്ള വിജയങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് മാറ്റിവെക്കുന്നത് എന്നാണ് ചോദ്യമെങ്കിൽ, ഖാദിസിയ്യയ്ക്കും ഫത്ഹ് മക്കയ്ക്കും വേണ്ടിയാണ് നമ്മൾ പലതും, വേണ്ടപ്പെട്ട പലതും നമ്മൾ ഒഴിവാക്കുന്നത്. ഇസ്ലാമിലെ ചരിത്രം ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മളെപ്പോലെ പച്ച മനുഷ്യർ ജീവിച്ചിരുന്ന കാലത്ത് അവർ നേടിയെടുത്ത വിജയങ്ങളുടെയും ഗാഥകളുടെയും ചരിത്ര മുഹൂർത്തങ്ങളുടെയും ചരിത്രമൊന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. റമളാനിൽ സംഭവിച്ചിട്ടുള്ള വിജയങ്ങളാണ് ഇസ്ലാമിലെ ഏറ്റവും ചരിത്രപരമായിട്ടുള്ള വിജയങ്ങൾ. ബദർ സംഭവിച്ചത് പരിശുദ്ധ റമളാനിലാണ്. ഖാദിസിയ്യ യുദ്ധം സംഭവിച്ചത് റമളാൻ 15-നാണ്. ഫത്ഹ് മക്ക സംഭവിക്കുന്നതും വിശുദ്ധമായ റമളാനിലാണ്. സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യോദ്ധാക്കളോട് പടപൊരുതി ബൈത്തുൽ മഖ്ദിസിനെ മോചിപ്പിച്ച വലിയ സമർത്ഥമായ വിജയം അദ്ദേഹം നേടുന്നത് പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ഹിത്തീൻ യുദ്ധത്തിലൂടെയാണ് എന്ന് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം. റമളാനിൽ മുസ്ലിം ഉമ്മത്ത് കൈവരിച്ച വിജയങ്ങൾ എത്രയുണ്ട് എന്ന് പരിശോധിച്ചാൽ അതിൻ്റെ നീണ്ട ഒരു പട്ടിക മുസ്ലിം ഉമ്മത്ത് നേടിയെടുത്ത, മാറ്റിവെച്ചതിൻ്റെ, ഒഴിവാക്കിയതിൻ്റെ ഫലമായി അവർ നേടിയെടുത്ത ചരിത്ര വിജയങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. നമ്മൾ മാറ്റിവെക്കുന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെല്ലാം നഷ്ടപ്പെടുന്നു, ആ നഷ്ടപ്പെട്ടതെല്ലാം നാം കൂട്ടിവെക്കുന്നു. എന്നിട്ട് വൈകുന്നേരം നോമ്പ് തുറന്നതിന് ശേഷം നമ്മുടെ നഷ്ടപ്പെടലുകളോടെല്ലാം, ഒഴിവാക്കിയതിനോടെല്ലാം ഒരു കെറുവ് തീർത്തുകൊണ്ട് നാം വൈകുന്നേരം അതെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് അതൊന്നും നഷ്ടപ്പെടാതെ നാം വീണ്ടും എടുത്തു വയ്ക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് നമ്മുടെ നോമ്പുകൾക്ക്
ഫലമുണ്ടാക്കാൻ കഴിയുന്നില്ല. നമ്മുടെ നോമ്പ് ഹിജ്റയായിട്ടുണ്ടോ എന്ന പരിശോധന, നമ്മുടെ നോമ്പ് യഥാർത്ഥ ബഹിഷ്കരണമായിട്ടുണ്ടോ എന്ന പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണ്. നോമ്പിലൂടെ ഒരു വിശ്വാസി നേടുന്ന ചില ഗുണഗണങ്ങൾ, ഞാൻ 60 വർഷമായി നോമ്പെടുക്കുന്നു, പക്ഷേ ഞാൻ നോമ്പെടുക്കുന്ന ഏതെങ്കിലും ഒരു തവണത്തെ നോമ്പ് അത് ഏതെങ്കിലും അർത്ഥത്തിൽ എൻ്റെ സ്വഭാവത്തെ അത് ശുദ്ധീകരിക്കാൻ കാരണമായിട്ടുണ്ടോ എന്ന ആലോചന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു റമളാനിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ നമ്മൾ മതിക്കേണ്ടതാണ്. ഈ റമളാൻ എനിക്കെന്ത് മാറ്റമുണ്ടാക്കാൻ കഴിയും? എൻ്റെ ജീവിതത്തിൽ നിന്ന് ഏത് തിന്മയെ വലിച്ചെറിയാൻ ഈ റമളാൻ കൊണ്ട് എനിക്ക് സാധിക്കും? ബഹിഷ്കരണത്തിലൂടെ, ഹിജ്റയിലൂടെ വിശ്വാസമില്ലാത്ത മനുഷ്യർ പോലും, ഖുറൈശികൾ പോലും അവർ ചരിത്രത്തിൽ നേട്ടം കൊയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. മഹാത്മാഗാന്ധി ബ്രിട്ടീഷുകാരോട് അദ്ദേഹം സ്വീകരിച്ച ഒരു സമരമുറ എന്തായിരുന്നു? ബഹിഷ്കരണമായിരുന്നു. ചർക്ക ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം നൂറ്റി വസ്ത്രങ്ങൾ നെയ്തെടുത്തു. ബ്രിട്ടീഷുകാരുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചു. ബഹിഷ്കരണമായിരുന്നു യഥാർത്ഥത്തിൽ മഹാത്മജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ വ്രതാനുഷ്ഠാനം. ആ ഒരൊറ്റ നോമ്പ് മുഖേന അദ്ദേഹം ഒരു രാഷ്ട്രത്തെ മുഴുവൻ വിറപ്പിച്ചു കളഞ്ഞു. ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് അദ്ദേഹത്തിൻ്റെ വ്രതാനുഷ്ഠാനം വഴിയൊരുക്കി എന്നത് നമ്മൾ ചരിത്രത്തിൽ ബോധ്യപ്പെട്ട ഒന്നാണ്. മുസ്ലിം ഉമ്മത്ത് വർഷങ്ങളായി നോമ്പെടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നോമ്പ് ആരെയാണ് വിറപ്പിച്ചത്? നമ്മുടെ നോമ്പ് ഏത് ധിക്കാരിയായ ഫറോവയുടെ സിംഹാസനത്തിനാണ് ഇളക്കം തട്ടിയത്? ഏത് തരത്തിലുള്ള വിജയമാണ് വ്യക്തിപരമായും സാമൂഹികമായും മുസ്ലിം ഉമ്മത്ത് അവരുടെ വ്രതാനുഷ്ഠാനത്തിലൂടെ നേടിയത്? കവി ചോദിക്കുന്നത്, എത്ര കാലമായി നാം നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട് നമ്മുടെ നോമ്പ് അക്രമികളുടെ ഹൃദയത്തിൽ കൊള്ളുന്നില്ല? എന്തുകൊണ്ട്? ഒരു ഇന്ത്യക്കാരനെ കുറിച്ചാണ് റാഷിദ് സലീം അദ്ദേഹത്തിൻ്റെ കവിതയിലൂടെ പറയുന്നത്. ഒരു ഇന്ത്യക്കാരൻ നോമ്പെടുത്തപ്പോഴേക്കും ഒരു രാഷ്ട്രത്തെ അദ്ദേഹം പട്ടിണിക്കിട്ടു. ഒരു രാഷ്ട്രം തകർന്ന് തരിപ്പണമായി. പക്ഷേ മുസ്ലിം ഉമ്മത്ത് നോമ്പെടുത്തിട്ട് മില്യൺ കണക്കിന് മുസ്ലിമീങ്ങൾ നോമ്പെടുത്തിട്ട് ഒരു കൊച്ചുറുമ്പിനെയെങ്കിലും, ഒരു കടിക്കുന്ന അക്രമിയായ ഒരു കൊച്ചുറുമ്പിനെയെങ്കിലും നോവിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വേദന അദ്ദേഹം പങ്കുവെക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നോമ്പ് അതിൻ്റെ ആഴം എവിടെ കൊള്ളുന്നു, നമ്മുടെ നോമ്പ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന യഥാർത്ഥ ചോദ്യമാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ നമസ്കാരങ്ങൾ വിജയങ്ങളിലേക്ക് നയിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഇബാദത്തുകൾക്ക് പോറൽ സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം തിരിച്ചറിയണം. ചരിത്രം കാത്തു നിൽക്കുന്ന ഫുതൂഹാത്തുകൾ, വിജയങ്ങൾ സൃഷ്ടിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടുന്നത്. നമ്മുടെ ഇബാദത്തുകൾ വിജയങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനെ താങ്കൾ നമസ്കരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, എന്തിനെ താങ്കൾ പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ, നാളെ ബദർ നടക്കാനിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനാ നിർഭരമായി അവിടുന്ന് ടെൻറ്റിലിരിക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല ഒന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് മദിനബിയെ. ചോദിച്ചിട്ടും മതി വരാതെ റസൂൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നത്, അവിടുന്ന് ആത്മാർത്ഥമായി ഇബാദത്തെടുക്കുന്നത് നാളത്തെ ഉയർന്ന വിജയത്തിന് വേണ്ടിയാണ് എന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദറിൽ നാം കണ്ടു. പരിശുദ്ധ റമളാൻ നമ്മുടെ മുമ്പിലെത്തി നിൽക്കുന്നു. ഈ റമളാനിലെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ, ആരാധനകൾ അനുഷ്ഠിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തുകൾ ചരിത്രത്തിലെ വിജയമുഹൂർത്തങ്ങളായി എഴുതപ്പെടാൻ എൻ്റെ നോമ്പ് കൊണ്ട് എനിക്ക് സാധിക്കുമോ? ഈ ആഗ്രഹത്തോടു കൂടി വേണം നാം ഒന്നാമതായി വ്രതാനുഷ്ഠാനത്തിലേക്ക് കടക്കാൻ. ആരാധനകൾക്ക് വേണ്ടി ആരാധന നിർവഹിക്കുന്ന ആളുകളുടെ ആരാധനകൾ അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, അവർ ഒരുപാട് ആരാധനകൾ നിർവഹിച്ചിട്ടുണ്ട്, ഓരോ വർഷവും സക്കാത്ത് കൃത്യമായി കൊടുക്കുന്നുണ്ട്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാഷയിൽ തിഹാമ പർവ്വതങ്ങൾക്ക് സമാനമായി ആരാധനകളും നന്മകളുമായി ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് വരും. പ്രത്യക്ഷമായി
അദ്ദേഹത്തെ നോക്കുമ്പോൾ ഇബാദത്തുകളിലും ഇസ്ലാമിക പ്രവർത്തനങ്ങളിലും സജീവമാണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫയജഅലഹു അല്ലാഹു ഹബാഅൻ മൻസൂറ, അവയൊക്കെയും അല്ലാഹു തആല പൊടിച്ച് അതിനെ പൊടികളാക്കി അല്ലാഹു പറത്തിക്കളയും. അല്ലാഹു അത് സ്വീകരിക്കില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘനേരം യാത്ര ചെയ്താൽ ശരീരം വല്ലാതെ ക്ഷീണിച്ചു പോവുകയും വസ്ത്രം മുഷിഞ്ഞു പോവുകയും ചെയ്യും. നമ്മുടെ വസ്ത്രത്തിലൊക്കെ അഴുക്ക് പുരളും. അങ്ങനെ വല്ലാത്ത ക്ഷീണത്തോടെയും മടുപ്പോടെയും യാത്ര അവസാനിച്ച് നമ്മളൊരു തണുത്ത വെള്ളത്തിൽ നമ്മുടെ മുഖമൊന്ന് കഴുകിയാൽ ആ ക്ഷീണവും ആ പൊടിയും ആ മടുപ്പുമൊക്കെ വളരെ പെട്ടെന്ന് മാറിപ്പോകും. ഇത് മുഖം കഴുകിയാലാണ് എങ്കിൽ ആ നനഞ്ഞ വെള്ളത്തിൽ, ആ തണുത്ത വെള്ളത്തിൽ നമ്മളൊന്ന് നനഞ്ഞ് കുളിച്ചാൽ ഒരുപക്ഷെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദവും ആവേശവും ഉന്മേഷവും നമുക്ക് തിരികെ ലഭിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ 11 മാസത്തെ നീണ്ട യാത്രയ്ക്കൊടുവിലാണ് നമ്മളുള്ളത്. ഒരലച്ചിലായിരുന്നു നമ്മൾ മുഴുവൻ. ആ അല്ലലിലും അലച്ചിലും പെട്ട് പല ക്ഷീണവും മടുപ്പും പൊടിപടലങ്ങളും കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ ശരീരവും വല്ലാത്ത വൈകൃതമായ ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ആ യാത്രയ്ക്ക് ശേഷം ഒരു തെളിനീർമഴ അതിൻ്റെ അടുത്ത് നമ്മൾ വന്നു നിൽക്കുകയാണ്. ആ മഴയ്ക്ക് ഇസ്ലാം ഇട്ടിരിക്കുന്ന പേര് വിശ്വാസികളെ ശുദ്ധീകരിക്കാൻ വേണ്ടി പടച്ചവൻ കനിഞ്ഞരുളിയ മാസമാണ് പരിശുദ്ധമായ റമളാൻ. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പ്രാർത്ഥനാ നിർഭരമായ ഒരു കൈയുയർത്തലുണ്ട് ആഘോഷത്തേക്ക്. പരിശുദ്ധ റമളാൻ സമാഗതമാകുന്നു എന്നറിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരം പ്രാർത്ഥിക്കുമായിരുന്നു: അല്ലാഹുമ്മ സല്ലിംനി മിൻ റമളാൻ വസല്ലിം റമളാന ലി വതസല്ലംഹു മിന്നി മുതഖബ്ബല. അല്ലാഹുവേ, റമളാനിൽ നിന്ന് ഞങ്ങളെ നീ സുരക്ഷിതനാക്കണമേ. റമളാനെ ഞങ്ങൾക്കും നീ സുരക്ഷിതമാക്കി തരണമേ. ഞങ്ങളിൽ നിന്നും സുരക്ഷിതമായി തന്നെ ഈ റമളാനിനെ സ്വീകരിക്കണമേ. ഒരതിഥി നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ അതിഥിയെ സ്വീകരിക്കാൻ, ആ അതിഥി നമ്മളോട് കാണിക്കുന്ന സമീപനത്തെ അങ്ങേയറ്റത്തെ കൃതജ്ഞതാബുദ്ധിയോടുകൂടി നാം ഇടപെടാൻ, അങ്ങനെ അവസാനം അദ്ദേഹത്തെ, ആ അതിഥിയെ ആനന്ദകരമായി സ്വീകരിച്ചതുപോലെ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുമ്പോൾ, വയറ് നിറപ്പിച്ച് പറഞ്ഞയക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആനന്ദമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ആനന്ദഭാവത്തോടു കൂടിയായിരിക്കണം പരിശുദ്ധ റമളാനെ നാം സ്വീകരിക്കേണ്ടുന്നത് എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. മരുഭൂമിയിൽ ചിലപ്പോൾ പെട്ടെന്ന് മഴ പെയ്യാറുണ്ട്. ആ മഴയ്ക്ക് അറബികൾ പറയാറുള്ളത് അറമൽ. മരുഭൂമിയിലെ മഴയ്ക്ക് റമൽ എന്നാണ് അറബിയിൽ പറയുക. റമൽ എന്നാൽ പുതുമഴ എന്നാണ് അർത്ഥം. റമളാൻ എന്നാലും യഥാർത്ഥത്തിൽ ഒരു പുതുമഴയാണ്. പെട്ടെന്ന് മഴ പെയ്ത് കഴിയുമ്പോൾ എല്ലാ കുഴികളിലും വളരെ പെട്ടെന്ന് വെള്ളം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. പരിശുദ്ധമായ റമളാനിൻ്റെ ഈ ആത്മീയപ്പെഴുത്ത്, ഈ ആത്മീയപ്പെയ്ത്ത് എല്ലാ ഹൃദയങ്ങളിലും റമളാനിലൂടെ ഒരു മഴ പോലെ വന്നത് വീഴുന്നുണ്ട്. അത് അല്ലാഹുവിൻ്റെ റഹ്മത്താണ്. ഞാനും നിങ്ങളും തിരക്കിനിടയിലൊന്ന് തിരിഞ്ഞ് നിന്ന് ആലോചിക്കാനുള്ള സമയമാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാൻ. റമളാൻ നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ആ പ്രത്യേകത തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. റമളാൻ സ്വകാര്യമായ ഇബാദത്താണ് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ അത് കുറേ ആളുകളുടെ കൂട്ടത്തിലാണ് നമ്മൾ നമസ്കരിക്കുന്നത്. നമ്മൾ സക്കാത്ത് കൊടുക്കുമ്പോൾ അത് ഒരാൾക്കെങ്കിലും അതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നു എന്നതാണ് സക്കാത്തിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ അനുഷ്ഠിക്കുന്ന ഇബാദത്ത് മറ്റൊരാൾ കൂടി അറിയുന്നു എന്നതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം അറിയുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഹജ്ജ് ചെയ്യുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കൂടെയാണ്. പക്ഷെ നോമ്പിൻ്റെ സൗന്ദര്യവും അതിൻ്റെ സൗകുമാര്യതയും നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാനും എൻ്റെ റബ്ബും തമ്മിൽ മാത്രമുള്ള ഒരു ഇടപാടാണ്, ഒരു സ്വകാര്യമായ ഉടമ്പടിയാണ് പരിശുദ്ധമായ നോമ്പ്. നമ്മൾ അത്താഴം കഴിക്കുന്നത് കുറേ ആളുകളുടെ കൂടെയാണ്. നമ്മൾ നോമ്പ് തുറക്കുന്നതും കുറേ മനുഷ്യരുടെ കൂടെയാണ്. പക്ഷേ അത്താഴം കഴിക്കുന്നതിൻ്റെയും നോമ്പ് തുറക്കുന്നതിൻ്റെയും ഇടയിലുള്ള ആ സമയം ഞാൻ അല്ലാഹുവുമായി അലംഘനീയമായ ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് ഒരു മനുഷ്യനെ തൻ്റെ റബ്ബുമായി അങ്ങേയറ്റം അടുപ്പിക്കുന്ന ഒരു ഇബാദത്തിലാണ് ഞാൻ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന ബോധ്യം നൽകുന്ന വ്രതാനുഷ്ഠാനത്തോളം അതിമനോഹരമായ ഒരു ഇബാദത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ നമുക്ക് നിർവഹിക്കാനില്ല.
എൻ്റെ കണ്ണ് വാടുന്നതും എൻ്റെ ശരീരം തളരുന്നതും എൻ്റെ ചുണ്ടുണങ്ങുന്നതും ഞാൻ വാടുന്നതും നോമ്പുകാരനാണ് എങ്കിൽ എൻ്റെ പരിസരത്തുള്ള ആളുകൾക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് എൻ്റെ നോമ്പിനെ കാണാൻ കഴിയില്ല എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തിനാണ് അല്ലാഹു തആല ഇങ്ങനെ ഒരു ഇബാദത്ത് നമ്മെ പഠിപ്പിക്കുന്നത്? സ്വകാര്യമായ ഒരു ആരാധനാക്രമം, അതിൻ്റെ ഇടയിൽ എൻ്റെ ഭാര്യയ്ക്ക് ബന്ധമില്ലാത്ത, പങ്കില്ലാത്ത, എൻ്റെ മക്കൾക്ക് പങ്കില്ലാത്ത, എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരു തരത്തിലും സ്വാധീനമില്ലാത്ത അത്ര സ്വകാര്യമായ ഒരു ഇബാദത്ത് എന്തിനായിരിക്കും പടച്ചോൻ നമ്മെ പഠിപ്പിക്കുന്നത്? അത്രയും സ്വകാര്യമായി റബ്ബിനെ നിങ്ങൾ പേടിക്കണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ ഒരു ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സ്വകാര്യതയിലെ പേടി കുറഞ്ഞുപോയ ഒരു കാലത്താണ് നമ്മളുള്ളത്. പള്ളികളൊക്കെ നിറഞ്ഞു കവിയുന്നു. ദാനധർമ്മങ്ങൾ കൊണ്ട് നാടുകളെല്ലാം ആളുകൾക്ക് വേണ്ടത് കിട്ടുന്നുണ്ട്. ചാരിറ്റിയുണ്ട്, പൊതിച്ചോറുകളുണ്ട്, കിറ്റുകളുണ്ട്. സമൂഹമെന്ന് പലപ്പോഴും സമ്പൽ സമൃദ്ധിയിലും ഭക്ഷണ സമൃദ്ധിയിലുമാണ്. പക്ഷെ അതിൻ്റെയും അപ്പുറത്തേക്ക് ഒരു പ്രകാശമുണ്ട്, ഹിദായത്ത് എന്ന പ്രകാശം. ആ പ്രകാശം അല്പാൽപമായി കുറഞ്ഞു പോകുന്ന ഒരു കാലത്ത് ആ രോഗത്തെയാണ് യഥാർത്ഥത്തിൽ വിശുദ്ധമായ റമദാൻ ചികിത്സിക്കുന്നത്. അത്രമേൽ സ്വകാര്യമായി നിങ്ങൾ ചെയ്താലേ അത്രമേൽ നിങ്ങൾക്ക് നിങ്ങളെയും നിങ്ങളുടെ റബ്ബിനെയും തൊട്ടറിയാൻ കഴിയൂ. അതുകൊണ്ട് ഈ 30 ദിവസങ്ങൾ നിങ്ങൾ അങ്ങേയറ്റത്തെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ അനുഷ്ഠിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ അത് നോമ്പ് വ്രതാനുഷ്ഠാനമായി കടന്നു വരേണ്ടതുണ്ട്. റമദാനെ അത്ര ഹൃദ്യമായി നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 കാര്യങ്ങൾ നമ്മളൊന്ന് ഓർത്തു വയ്ക്കണം. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് നല്ല മനോവിചാരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ റബ്ബ് ശിക്ഷിക്കുന്നവനാണ്, എൻ്റെ റബ്ബ് എൻ്റെ തലക്കിട്ടടിക്കുന്നവനാണ്, എൻ്റെ റബ്ബ് പാമ്പിനെ കൊണ്ട് കൊത്തിക്കുന്നവനാണ്, എൻ്റെ റബ്ബ് തീയിലിട്ട് എന്നെ കരിച്ചു കളയുന്നവനാണ് എന്ന ബോധ്യങ്ങൾക്കും അപ്പുറത്തേക്ക്, എന്ന ആരോ പാടിപ്പറഞ്ഞ് പേടിപ്പിച്ച അള്ളാഹുവിനും അപ്പുറത്തേക്ക് നമ്മൾ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ നമ്മൾ ഹൃദ്യമായി സലാം പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ എന്നെ ഒരു റബ്ബ് കാത്തിരിപ്പുണ്ട്. ആ റബ്ബിൻ്റെ സ്വർഗത്തിൽ കുറഞ്ഞതൊന്നും എനിക്ക് ആഗ്രഹമേയില്ല എന്ന ദൃഢനിശ്ചയത്തോടുകൂടി പടച്ചവനെ കുറിച്ച് നല്ല മനോവിചാരം വെച്ച് പുലർത്താൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് അൽ ഖുൽവ, നമ്മുടെ ഏകാന്തമായ ഒരു ജീവിതം നമ്മൾ നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. സ്വകാര്യതയിൽ അള്ളാഹുവിനെ പേടിക്കാൻ ഈ പരിശുദ്ധ റമദാനെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം. ഞാൻ റീലുകൾ കാണുന്നിടത്ത്, ഞാൻ വീഡിയോകൾ കാണുന്നിടത്ത്, പൊതുസമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പോൾ എൻ്റെ ഹറാമായ നോട്ടങ്ങളടക്കം എനിക്ക് നിയന്ത്രിക്കാൻ ഈ പരിശുദ്ധ റമദാൻ എനിക്ക് സഹായകമാവേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ സ്വകാര്യതയെ എൻ്റെ റബ്ബിൻ്റെ മാത്രം മുമ്പിൽ വെച്ച് എനിക്ക് മാനിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. അതിനുള്ള പരിശീലനമായിരിക്കണം പരിശുദ്ധമായ റമദാൻ. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ മുആനസത്തു ബി റമളാനിയീൻ. റമദാനിൽ മാത്രം പള്ളിയിലേക്ക് വരുന്ന ചില മനുഷ്യരുണ്ട്. എങ്ങനെയെങ്കിലും റബ്ബെന്നെ ഒന്ന് നന്നാക്കിയെങ്കിൽ എൻ്റെ റബ്ബിനോട് ഈ റമദാനിലെങ്കിലും എന്നെടുക്കാൻ കഴിയുമല്ലോ എന്നോർത്ത് ആത്മാർത്ഥമായി പള്ളിയിലേക്ക് വരുന്ന ചില പുതുപ്പാർട്ടികളുണ്ട് പള്ളിയിൽ. അത്തരം ആളുകളെ സ്നേഹത്തോടുകൂടി അവരെ സൽക്കരിക്കാൻ, അവരെ ആനന്ദത്തോടുകൂടി കൈപിടിച്ച് പള്ളിയിലേക്ക് കയറ്റിക്കൊണ്ടുവരാൻ, അവരെ ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്യാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിച്ചാൽ ഇതിൽ പരം റമദാനിൻ്റെ സന്തോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാനില്ല. അവസാനമായി 2 കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പലപ്പോഴും റമദാനിൻ്റെ മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നടത്താറുണ്ട്. ആ ക്ലാസ്സുകളുടെ ഫ്ലെക്സ് ബോർഡുകളിൽ റമദാനിന് സ്വാഗതം എന്നെഴുതി ജ്വല്ലറികളായ ജ്വല്ലറികളും കടകളായ കടകളും റമദാനിന് സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ചില ബോർഡുകളിൽ അവർ പ്രത്യക്ഷപ്പെടാറുണ്ട്. യഥാർത്ഥത്തിൽ ആ റമദാൻ നമ്മളെയല്ല സ്വാഗതം ചെയ്യുന്നത്. റമദാനിനെ തീർച്ചയായിട്ടും നമ്മളങ്ങോട്ട് കെട്ടിപ്പുണരുകയാണ് ചെയ്യേണ്ടുന്നത്. അത്രമേൽ ഹൃദയഹാരിയായ ഒരു മാസം വന്നിട്ട് റമദാനിന് സ്വാഗതം എന്ന് നമ്മൾ പറഞ്ഞു സ്വാഗതം പോകുന്നതിന് പകരം റമദാൻ നമ്മളെ സ്വാഗതം ചെയ്യുന്നു. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അദ്ബർ. നന്മ കാംക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് മുന്നോട്ട് വരാം, തിന്മയെ കാംക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് പിന്തിരിഞ്ഞു പോകാം എന്ന് റമദാൻ നമ്മൾ കേൾക്കാതെ വിളിച്ചു പറയുന്നുണ്ട് എന്ന യാഥാർത്ഥ്യബോധത്തോടു കൂടി നമ്മൾ തിരിച്ചറിയണം. വളരെ പ്രധാനപ്പെട്ട 2ാമത്തെ കാര്യം
നോമ്പ് എന്നത് ആത്മീയമായ ഒരു ഇബാദത്താണ്. പലപ്പോഴും ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് വയറ് നിറച്ച് തിന്നാനുള്ളതാണ് എന്നാണ്, ശരീരപുഷ്ടിക്ക് വേണ്ടിയുള്ള മാസമാണ്. എന്നാൽ ചില ആളുകൾ വിചാരിച്ചിട്ടുള്ളത് കുറച്ച് വയറൊതുക്കണം, നോമ്പൊക്കെ ആവട്ടെ എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഡയറ്റിനു വേണ്ടി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, ശരീരപുഷ്ടിക്ക് വേണ്ടി നോമ്പനുഷ്ഠിക്കുന്ന ആളുകൾ, പുതിയ കാലത്തെ ജീവിത രീതികൾ വരുത്തിവെച്ച ഏതോ തരത്തിലുള്ള ചിന്തയാണ് യഥാർത്ഥത്തിൽ റമദാനിന് ശരീരപുഷ്ടിക്കും ഡയറ്റിനുമായി ആളുകൾ പരീക്ഷിച്ചറിയുന്നത്. അതിനപ്പുറത്തേക്ക് സ്വകാര്യതയിൽ പടച്ചവനെ അറിയാനും അവനെ സൂക്ഷിക്കാനുമുള്ള ആത്മീയമായ ഉൾക്കരുത്ത് യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസിക്ക് പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് പരിശുദ്ധ റമദാൻ എന്ന തിരിച്ചറിവോടുകൂടി അതിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അർത്ഥത്തിൽ സ്വകാര്യതയിൽ പടച്ചവനെ പേടിക്കാൻ, അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണ വെച്ച് പുലർത്താൻ, നോമ്പുകാരായ മനുഷ്യരോട് നല്ല നിലയിൽ ഇടപെടുവാനും പെരുമാറുവാനുമുള്ള മഹാസൗഭാഗ്യം ഈ നോമ്പിലൂടെ അല്ലാഹു തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലീ വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂർ.